ഒന്ന് കഴിച്ചാൽ ഒന്നിലും നിർത്തില്ല. മിനിമം ഒരു 3-4 വരെയൊക്കെ പോകും പറയാം. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ എങ്ങനെ ഇരിക്കും? ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മസ്ക ബന്നാണ്. മസ്ക ബന്ന് വന്നിരിക്കുന്നത് ഹൈദരാബാദിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിനിലാണ്. കൊച്ചിനിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കുട്ടികൾ പറയുമ്പോൾ ഒരു 10-18 വയസ്സായ കുട്ടികൾ ഇപ്പോൾ ഇത് പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിക്കാൻ വേണ്ടി അവിടേക്കേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, എന്താ, മസ്ക ബന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ചായ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ അതിന് ടേസ്റ്റ് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മിൽക്ക് ബന്ന്. നോക്കിക്കോളൂ, നന്നായിട്ട് നോക്കിക്കോളൂ, ഇത് എല്ലാവിടെയും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് ബട്ടർ, മിൽക്ക് മേഡ്, പഞ്ചസാര പൊടിച്ചത്, വാനില എസൻസും കൂടെ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഞാൻ ക്രീം ഉണ്ടാക്കാൻ പോണത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ബട്ടർ. ഞാൻ 1 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാര പൊടിച്ചത് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി വേണ്ടത് വാനില എസൻസ് 1/4 ടീസ്പൂണാ ഒഴിക്കാവൂ. ഒരുപാട് ഒഴിക്കരുത്, ഇത്തിരി ഒഴിക്കാവൂ. മിൽക്ക് മേഡ്, അര കപ്പ് ഞാൻ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്താലേ നമ്മൾക്ക് നന്നായി പതഞ്ഞ് വരുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കുള്ളൂ. വേണ്ട, പതഞ്ഞുകൊണ്ടേ ഇരിക്കണ. നമുക്കിപ്പോൾ ഇതിൽ എടുത്തതിൻ്റെ ഇരട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. നന്നായി നോക്കിക്കോളൂ. അത് നമ്മളങ്ങനെ ബീറ്റ് ചെയ്യണത് പോലെ ഇരിക്കും. നല്ലോണം ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിരിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത്? നമ്മുടെ ബന്നൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് ബട്ടറോ നെയ്യോ തേച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബന്നൊന്ന് വെച്ച് കൊടുക്കാം. ഗ്യാസ് കമ്മിയാക്കി വെച്ചിരിക്കണം. ഒന്ന് വെറുതെ ഒന്ന് നൈസ് ചൂടും അത്രേ വേണ്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ചെറിയ ചൂട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇത്രയേ ചൂട് വരാവോ, കൂടുതൽ ചൂടാവരുത്, കരിഞ്ഞു പോകും. ഇതിൽ തന്നെ ഉണ്ട് നെയ്യ്. നമുക്കൊന്നും കൂടെ വെച്ച് കൊടുക്കാം. മൂടി വയ്ക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കണം. ഇതും കൂടെ നമുക്ക് ചൂടായിട്ടുണ്ട്, എടുക്കാം. ഇത്രയേ ചൂടാവാവോ. അപ്പം അങ്ങനെ നമ്മുടെ മസ്ക ബന്നിൻ്റെ ക്രീം എങ്ങനെയാണ് തേച്ച് കൊടുക്കുന്നത് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇത് നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതിനെ ഒന്നിങ്ങനെ എടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ ഇത്രയും കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുക്കുക. നമുക്കിതിൻ്റെ ക്രീം എടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റി ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോന്നായിട്ട് തേച്ച് കൊടുക്കാം. ക്രീം ഇതിൻ്റെ നടുക്കിലേക്ക് വെക്കണം. ചുറ്റി ഒന്ന് നമ്മൾ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇതാ ഇങ്ങനെ അമർത്തണം. ഇങ്ങനെ അമർത്തിയതിൻ്റെ ശേഷം ഇതിനൊക്കെ ഒന്നിങ്ങനെ ഇട്ടിട്ട് ലേശം ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതേപോലെയാണ് എല്ലാം ഒന്ന്
നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് തേച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ക്രീം വന്നിട്ട് ഇത്തിരി മധുരം കുറവാണ്. അതായത് നമ്മൾക്ക് വേണ്ട മധുരവും ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ട് വെച്ചാൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത് അടിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത് വന്ന് കട്ടി കിട്ടില്ല, വെള്ളം പോലെയാകും. എപ്പോഴും നമ്മൾ പഞ്ചസാര ഇത്തിരി പൊടിച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മധുരം കൂട്ടിയെടുക്കാൻ പറ്റും. ഇല്ല ഞങ്ങൾക്ക് വെള്ളം പോലെ വേണമെന്ന് വെച്ചാലോ നമ്മുടെ മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് കൂട്ടിയിട്ടോളൂ. ഞാൻ ക്രീമിൻ്റെ കട്ടിയാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ എല്ലാം ഒന്ന് തേച്ചെടുത്താലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മസ്ക ബന്നെല്ലാം ക്രീം പുരട്ടി കഴിഞ്ഞു. ക്രീം പുരട്ടുമ്പോൾ ഒരു പ്രത്യേകം ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾക്ക് പിടിച്ച് കഴിക്കാൻ ഇവിടെ ഒരു സ്ഥലം കീപ്പ് ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം നമ്മൾ വെക്കണമെങ്കിൽ. ഇപ്പം എൻ്റെ എല്ലാം തേച്ച് കഴിഞ്ഞു, നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ മസ്ക ബന്നിൻ്റെ ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാം. അതൊരു പ്രത്യേക ചായയാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും, നമുക്ക് അതിൽ മുക്കി കഴിക്കാം. അപ്പോൾ നമുക്ക് ആ ചായ ഒന്ന് വെച്ചാലോ. നമുക്ക് ചായപാത്രം വെച്ച് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് അത്ര വെള്ളം ഒഴിച്ചോളൂ. ചായ നമുക്ക് എത്ര വേണ്ടത് അത്ര വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളക്കട്ടെ. ചായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ. ടിക്കറ്റ് അവനവൻ്റെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചായയിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ആക്കാം. ചായ ഒന്ന് മൂടി വെക്കാം, ഒരു 10 മിനിറ്റ് കഴിയട്ടെ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, ഏലക്കായി മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞു. ചായ ഒന്ന് തുറന്ന് നോക്കാം. ചായ അടിപൊളി ചായ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ മസ്ക ബന്നും ചായയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫൈസലിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചാലോ. പുഷ്പ ചേച്ചി, അതെ, അങ്ങനെ മസ്ക ബന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പൊ അല്ലേ? പക്ഷെ മസ്ക ബന്ന് ഞാൻ 1-2 പ്രാവശ്യം ഞാൻ ചെന്നൈയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. സംഭവം അടിപൊളി സംഭവമാണ്. ഇപ്പൊ കൊച്ചിയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. കൊച്ചിയിലുള്ളവർക്ക് അവിടെ പോയി കഴിക്കാം, പക്ഷേ കൊച്ചിയിലില്ലാത്ത ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്നൊരു സൗകര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഈ വീഡിയോ റെഡി ആക്കിയിരിക്കുന്നത്. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ടൈമില്ല, കഴിക്കട്ടെ. ഓക്കെ 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 ഓക്കെ. ഇത് ശരിക്കും ഇതിൽ ചായയിലൊക്കെ മുക്കി കഴിക്കണം എന്നൊക്കെയാണ്. അതെ അതെ അതെ, നമ്മളങ്ങനെ ചായയിലൊന്ന് മുക്കി കഴിച്ചു നോക്കാം. ഒന്നും പറയാനില്ല, ഒന്നുകൂടി ഒന്ന് മുക്കി കഴിച്ചു നോക്കട്ടെ. നിറയെ കഴിച്ചോ. 7-8 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കഴിക്കുമ്പോ? ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ബന്ന് മിൽക്ക് ബന്ന് വേണം അല്ലേ? സാധാ ബന്നാവുമ്പോ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ മിൽക്ക് ബന്ന് തന്നെ വേണം. ഇതിങ്ങനെ മുക്കി കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ചായ ഒന്ന് കുടിക്കണം. ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടാ. അതാ ഏലക്കായും മിൽക്ക് മെയ്ഡ് ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്, അടിപൊളി. പക്ഷെ ഇത് ഒന്ന് കഴിച്ചാൽ ഒന്നിലും നിർത്തില്ല. മിനിമം ഒരു 3-4 വരെയൊക്കെ പോവും പറയാം. പിന്നെ ഷുഗർ കംപ്ലൈന്റ് ഉള്ളവർക്ക് കുറച്ച് ഷുഗർ കമ്മിയാക്കി ഇട്ടാക്കാം. പക്ഷെ ഇന്നത്തെ കുട്ടികളെ ഇതിപ്പോ കുട്ടികളുടെ ഒരു 10-20 വയസ്സായ കുട്ടികളുടെ പരിപാടിയാണ് ഇപ്പൊ ഇത്. ചെന്നൈയിലേക്ക് ഇതിനെ ടീനേജ് ട്രെൻഡിങ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇത് അല്ലാതെ ഇതിൽ മധുരം ആയതുകൊണ്ട് അവർക്ക് അത് കറക്റ്റ് ആണോ. പിന്നെ ഒന്നും വേണ്ടാഞ്ഞിട്ട് ബ്രെഡ് എന്തും തേച്ച് കഴിക്കണമെങ്കിൽ അപ്പൊ വൈൻഡപ്പ് ചെയ്യല്ലേ. അപ്പൊ അങ്ങനെ എന്റെ കുട്ടികളെല്ലാവരും ഇത് ഇപ്പൊ പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇത് ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കണം. എന്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. ഇതേപോലെ എല്ലാവരും ചെയ്യണം, ലൈക്ക് ചെയ്യണം പ്രത്യേകം. അപ്പൊ എല്ലാവർക്കും പാടി കിച്ചന്റെ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.